എല്ലാവർക്കും നമസ്കാരം. താളം തെറ്റുന്ന ആരോഗ്യശീലങ്ങൾ എന്ന വിഷയത്തെ പറ്റി ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കട്ടെ. രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ പൊതുവെ ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിലാണല്ലോ ആരോഗ്യമുള്ള മനസ്സുള്ളൂ. ആരോഗ്യത്തെ ജീവിതക്രമവുമായി സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത ശീലങ്ങൾക്ക് ഉടമകളായിരുന്നു പഴയ ഗ്രാമീണർ. അവരുടെ ജീവിതത്തിൽ താളമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. പ്രകൃതിയോടും പരിസരങ്ങളോടും ഇണക്കി അവരുണ്ടാക്കിയ ആരോഗ്യശീലങ്ങളായിരുന്നു അതിന് കാരണം. രാത്രിയും പകലും കൃഷിയും ഉത്സവങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളുമെല്ലാം ഭക്ഷണക്രമങ്ങൾക്കനുസരിച്ച് പാകപ്പെടുത്തിയ പഴയ മനുഷ്യർക്ക് ശീലങ്ങളുടെ ഏനക്കേടുകൾ പിടിപെട്ടിരുന്നില്ല. മടിയും അലസതയും അവരെ അലട്ടിയിരുന്നുമില്ല. തുറന്ന പ്രദേശങ്ങൾ, ശുദ്ധമായ വായു, മണ്ണിന്റെ മണമുള്ള വിഭവങ്ങൾ, അതൊക്കെയായിരുന്നു അവരുടെ സമ്പാദ്യങ്ങൾ. കാലം മാറി, വേഗം കൂടി, സമയം തികയാത്ത ഓട്ടത്തിൽ പഴമക്കാരില്ലാതായി. എല്ലാവരും പുതിയവരായി. കിട്ടുന്നതെല്ലാം കഴിക്കുകയും പട്ടിമുഴക്കി ഉറങ്ങുകയും തോന്നും പോലെ ഉണരുക ചെയ്യാൻ തുടങ്ങിയതോടെ ആരോഗ്യശീലങ്ങളുടെ താളം തെറ്റി. ഉറക്കക്കുറവ് അലസതയിലേക്കും മടിയിലേക്കും നയിച്ചു. പുകവലിയും മദ്യപാനവും ലഹരി ഉപയോഗവും രോഗങ്ങളുടെ വിടനിലമായി ശരീരത്തെയും മനസ്സിനെയും മാറ്റി. പ്രമേഹം, രക്തസമ്മർദ്ദം, അർബുദം, ഫാറ്റി ലിവർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ വിടനിലമായി മാറി നമ്മുടെ നാട്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങിയവയുടെ ഉപയോഗം കാഴ്ചയും കേൾവിയെ ബാധിച്ചു തുടങ്ങി. ഒന്ന് ഫോൺ വിളിച്ചാൽ വീട്ടിലെത്തും ഭക്ഷണം, പിന്നെ എന്തിന് കഷ്ടപ്പെടണം എന്നതാണ് ഇപ്പോഴത്തെ തലമുറയുടെ ചിന്ത. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും യുവതലമുറയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ശുദ്ധജലത്തിന് പകരം ചായം ചേർത്ത പാനീയങ്ങളും ആഹാരത്തിന് കൃത്രിമമായി രുചി നൽകുന്ന അജിനോമോട്ടോയുടെ സ്ഥിരമായ ഉപയോഗം തലച്ചോറിനെയും ദഹന വ്യവസ്ഥയെയും ബാധിക്കുന്നതെന്ന് മനുഷ്യർ അറിയുന്നു. തലമുറകൾ കഴിയും തോറും മനുഷ്യായുസ്സിന് കുറവുള്ളതായി പഠനങ്ങൾ പറയുന്നു. മാറി ചിന്തിച്ച് മതിയാവും. മദ്യശീലങ്ങൾ മാറ്റി ആരോഗ്യകരമായ പ്രഭാതങ്ങളിലേക്ക് നടക്കേണ്ട സമയമായി. ശുചിത്വപൂർണമായ ജീവിത പരിസരം ഉറപ്പാക്കണം. വ്യായാമങ്ങൾ ശീലമാക്കാം. മണ്ണിന്റെ മണമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായ ചേന, ചേമ്പ്, കപ്പ, കാച്ചി, ഇലക്കറികൾ തുടങ്ങിയവയിലേക്ക് മടങ്ങാം. കൃഷിയും പാചകവും തനിയെ ചെയ്യാം. മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനായി കളികളിൽ ഏർപ്പെടാം. പാട്ടുകൾ കേൾക്കാം. നല്ല സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടാക്കാം. കുടുംബങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കണം. ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കഷ്ണങ്ങളല്ല എന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ്. ആരോഗ്യമാണ് യഥാർത്ഥ സമ്മാനം എന്ന് പറഞ്ഞത് ശ്രീബുദ്ധനാണ്. ആരോഗ്യമുള്ള പൗരന്മാരിൽ ഏതൊരു രാജ്യത്തിനും ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ആസ്തി എന്ന് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലാണ്. പ്രകൃതി മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. പ്രകൃതി നിശബ്ദതയുടെ താളമാണ്. വന്യതയുടെ മനോഹാരിതയാണ്. മണ്ണിന്റെ മണമാണ്. തേനിന്റെ മാധുര്യമാണ്. പൂവിന്റെ ഗന്ധമാണ്. നമുക്ക് പ്രകൃതിയോടൊപ്പം ഇണങ്ങി ജീവിക്കാം. ദുശീലങ്ങൾ മാറ്റാൻ മനസ്സുള്ള മനുഷ്യൻ ജീവിത വിജയം നേടും. ചിട്ടയായ ജീവിതമാണ് ആരോഗ്യത്തിന്റെ യഥാർത്ഥ താക്കോൽ. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാനികം. അതിരാവിലെ എഴുന്നേറ്റ് ഓരോരുത്തരും തന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വാൽമീകി രാമായണം. ആഹാരത്തിനനുസരിച്ചുള്ള വ്യായാമം ശീലമാക്കണം. ഒരു നേരം ഭക്ഷിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷിക്കുന്നവൻ ഭോഗി, 3 നേരം ഭക്ഷിക്കുന്നവൻ രോഗി, 4 നേരം ഭക്ഷിക്കുന്നവൻ ദ്രോഹി എന്നാണല്ലോ ചൊല്ലി. ആഹാരം തന്നെ ഔഷധം, ഔഷധം തന്നെ ആഹാരം എന്നോർക്കുക. ജങ്ക് ഫുഡിൽ നിന്നും കഞ്ഞി